മമ്മൂട്ടിയെക്കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട്. അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യയെ വിളിക്കലാണ് ഷൂട്ടിങ്ങില്ലാത്ത സമയത്തൊക്കെ പണി. അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ്, എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ്, സിനിമക്കാരനല്ല. വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും അവൾ കല്യാണം കഴിച്ചത്. ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ്, പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? നമുക്കറിയാലോ, സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവെ അവിടെ നിന്ന് കിട്ടാറുള്ളത്. കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ്. ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു മനുഷ്യൻ പറയണത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ്. പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ? മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ്. അവളുടെ പേരാണ് ഭാര്യ. ഇത് മുറിച്ചു മാറ്റാം, ഒറ്റ വാക്കുകൊണ്ട് തീരുത്. മറ്റതൊന്നും അങ്ങനെ തീരൂലല്ലോ. എൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാകുമൊന്നുമില്ല, കുട്ടി അങ്ങനെ തന്നെ. പക്ഷെ എൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെയുള്ളൊരു വീടേ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞാൽ അങ്ങനെയല്ല, അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും. അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഒരു നൂലിഴ പോലെ തീരാവുന്നൊരു ബന്ധമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ? അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് അറിയാം, നിങ്ങൾ ഇവിടെ ബാച്ചിലേഴ്സായിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പറയാം, നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല. മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത്. കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ, ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊക്കെ പോവും. നമ്മളൊരു കടൽ തീരം പോലെയാണ്. കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും, പക്ഷെ കടൽ തീരം ബാക്കിയാവും. ഒരു മരം പോലെയാണ്, മരത്തിലൊരുപാട് പക്ഷികളൊക്കെ വന്ന് കൂട് വെക്കും. കുറേ ദിവസം കഴിഞ്ഞാൽ കൂട് ഉപേക്ഷിച്ച് പക്ഷികൾ പോകും, മരം ബാക്കിയാവും. ഈ രണ്ടാളതാണ്. ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട്. കോളേജാണ്, കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷൊരു പെൺകുട്ടിയെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു. കല്യാണം കഴിഞ്ഞ കുട്ടിയാണ്. അവളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണം എന്ന് പറഞ്ഞു. അവൾ ചോക്ക് വാങ്ങിയിട്ട് 20 ആളുകളുടെ പേരിങ്ങനെ എഴുതി വെച്ചു. മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, അതിൽ നിന്ന് 10 ആളുകളെ മായ്ച്ചോളൂ, അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 10 ആളുകളെ മായ്ച്ചോളൂ എന്ന് പറഞ്ഞു. അവൾ വേഗം മായ്ച്ചു. ഇനി ആകെ 10 ആളേ ഉള്ളൂ. അപ്പോൾ മാഷ് പറഞ്ഞു, ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത 5 ആളുകളെ കൂടി മായ്ച്ചോളൂ. അപ്പോൾ അവൾ മായ്ച്ചു കളഞ്ഞു. ഇനി ആകെ 5 ആളേ ഉള്ളൂ. അപ്പോൾ അവളോട് പറഞ്ഞു, ആ 5 ആളിൽ അത്ര പ്രധാനമല്ലാത്ത 2 ആളുകളെ കൂടി വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഇനി 3 ആളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും 2 ആളുകളുടെ പേര് കൂടി മായ്ച്ചു കളഞ്ഞു. ഇനി ആകെ 3 ആളുകളേ ഉള്ളൂ. അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പം മാഷ അവളോട് പറഞ്ഞു, ഇനി ആ ബോർഡിൽ ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ, ഒറ്റ ആളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ, 2 ആളുടെ പേര് കൂടി മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു. അവൾ കരഞ്ഞുപോയി. ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണും നിറയാൻ നിനക്ക് തുടങ്ങി. ഇവളുടെ കരച്ചിൽ കണ്ടിട്ടേ. അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് 2 ആളുടെ പേര് കൂടി മായ്ച്ചു കളഞ്ഞു. ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാരാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, അതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ മാഷ് ചോദിച്ചു, എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന്, നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായ്ച്ചു കളഞ്ഞത്? അവൾ പറഞ്ഞു, മാഷേ,
എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്, പ്രധാനപ്പെട്ടവരുമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിലൊരു ദിവസം വരും, അന്നെൻ്റെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഒരു മരിച്ചുപോയി എന്ന് വരാം, വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും, പക്ഷെ അവരവരുടെ കൂടും തേടി പോവും. എല്ലാവരും പോവും, പക്ഷേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും, ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് ഈ ബന്ധം. നമ്മൾ ഒരു കാരണവശാൽ അതിനെ കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല. ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട്, പറ്റിക്കാനുള്ള ചാൻസ് ഇല്ല. എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയാം, അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ പറ്റിക്കാനുള്ള ചാൻസ് ഇല്ല. ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾ ആവുക. നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പേരാണ് ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത്. അലങ്കാരങ്ങളൊന്നുമില്ല, ഉള്ളതുപോലെ. അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴുള്ള സന്തോഷം, വിമാനത്തിൽ കയറിയപ്പോഴുള്ള സന്തോഷം, അതൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കല്ലോ. സാധാരണ മനുഷ്യന്മാരതൊന്നും പറയില്ല, ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ, അല്ലേ? അദ്ദേഹം അത് ഉള്ളതുപോലെ. ഇതിൻ്റെ പേരാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത്. ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം. അത് അല്ലാതെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരല്ലത്. ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക, ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി. ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ രണ്ടാളുണ്ടല്ലോ, ഈ ഭാര്യയും ഭർത്താവും, ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ബോണ്ടുണ്ട്. അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ്. ഓക്കെ, ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവുന്നേ. ഇപ്പം ഇവിടെ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ആയിരിക്കും, എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു 5 മിനിറ്റ് ഉണ്ട്. പുതിയതൊന്നും പറയാനുണ്ടാവില്ല, പക്ഷെ ആ 5 മിനിറ്റ് ഉണ്ടല്ലോ, അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ്. അതെങ്ങാനും ഒരു ദിവസം ഇല്ലാതായി പോയാലുണ്ടല്ലോ, അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട്, അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും. ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷം ഉണ്ടാവില്ല. ബാക്കിയുള്ളവരൊക്കെ പോകും, നമ്മൾ മാത്രം ഒറ്റക്കാവും. അത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, ആ ആളാണിത്. ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാളെ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല. ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ. പറയൂ, കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, അതാണ് ആ ക്വാളിറ്റി ടൈം. ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാണ് പറയുക, അല്ല? എന്താണ്? പ്രസൻറ്റ്. ചെറിയ കാര്യമല്ല അത്. ഒരാളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് പ്രസൻറ്റ് ആവുക എന്ന് പറയാം. ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസൻറ്റ് കൊടുക്കുക എന്ന് പറയാം. കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്, അവൈലബിൾ ആവുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് വന്ന ഒരു ഉമ്മയെ എനിക്ക് ഓർമ്മയുണ്ട്. അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണ്. കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ. എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാ, മരിച്ചിട്ടും 3-4 മാസങ്ങളായി, പക്ഷെ ആ മരിച്ച ദിവസം അതേ സങ്കടം അവർക്ക് ഇപ്പോഴും, അതേ കരച്ചിൽ. അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുക, നല്ല തിരക്കുള്ള ആളാണ്, എന്നാലും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതെന്നറിയോ? സാറിനറിയോ, എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ്, നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൊട്ടിക്കരഞ്ഞു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ നഖമൊക്കെ ഒന്ന് മുറിച്ചൂടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. ഒരു ദിവസം ആ കട്ടറിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലാന്നേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ പ്രധാനം. ഈ അടുത്തൊരു ചങ്ങാതിമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു,
നേരം വെളുത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു. കടക്കയിൽ ഇങ്ങനെ ഉണർന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണ്? എല്ലാവരും പറഞ്ഞു മൊബൈൽ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. മൊബൈൽ എവിടെയാണ്? ഇങ്ങനെ തുണി എടുക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുന്നതാണ് ഒരുത്തൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അതന്നെ പറഞ്ഞു. പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ സദസ്സിൽ ഒരാൾ പറഞ്ഞു, മൊബൈൽ എടുത്ത് നോക്കും, പക്ഷെ ആദ്യം അതല്ല ചെയ്യുക. പിന്നെന്താ? അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കുന്നു. അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും. പടച്ചോൻ തന്ന ഏറ്റവും വലിയ സമ്മാനമാണത്. മൊബൈലിലൊക്കെ ഉള്ളത് കുറേ ദൂരമുള്ള ആൾക്കാരാണ്, ആണല്ലോ. ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള രണ്ട് ആൾക്കാരാണ്. അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക, ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, ഒരാൾക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക, ഒരാളെ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നല്ലൊരു ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ, ഇവിടെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സമയം വൈകുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. ഒരാൾ വാച്ചിലേക്ക് നോക്കിയാൽ അതോടുകൂടി നമ്മുടെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എല്ലാവരും ഹാപ്പിയാണ്. അവൾ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ, പാത്രങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് റെഡിയാക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ തിരക്കിൽ അപ്പോഴാണ് മൂപ്പർക്കൊരു ഫോൺ വന്നത്. യാത്ര മുടങ്ങി, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ ഫോണാണ്. യാത്ര മുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ ഇല്ലാതായി മാറും. എടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ അവസാനിപ്പിക്കും. എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടാവും. മൂപ്പർ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് അവളോട് പറയുന്നൊരു വീടുണ്ട്. എന്താ പറയുക? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാ പറയുക, അല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് പോയി വരട്ടെ. അപ്പം അവളിങ്ങനെ സങ്കടത്തിലാണെങ്കിൽ അവൾ പറയും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പോയി വന്നോളൂ, അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യും? ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. വേറെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്നത്, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ആവശ്യം അതാണോ? ആണോ? അഡ്ജസ്റ്റ്മെൻ്റ് ആണോ? പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് വേറെ ഒന്നാണ്. അതെന്താണെന്നറിയോ? മൂപ്പർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് ചെല്ലലാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്, നിങ്ങൾ പോയി വന്നോളൂ. നല്ല സങ്കടമൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പിന്നെ ഒരു ദിവസം പോകാമേ, നിങ്ങൾ പോയി വരൂ. ഇതിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. ആ മനുഷ്യനെ ഒരു മഴ തോർന്ന ആശ്വാസത്തിൽ ഓഫീസിലേക്ക് ഓടും. അല്ലെങ്കിലോ മൂടിക്കെട്ടിയ മനസ്സുമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ്. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്? കൺസിഡറേഷൻ. അതല്ലേ അയാളുടെ അപ്പോഴുള്ള അയാളുടെ അവസ്ഥയെ ഇവൾ മനസ്സിലാക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഓഫീസ് വിട്ടിട്ട് ചെല്ലുമ്പോൾ അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതാ കാണുന്നത്, വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം. ഷൗട്ട് ചെയ്താൽ ആ കരച്ചിൽ തീരൂല, അത് കൂടെയുള്ളൂ. എന്നാൽ നേരെ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്തോ പറ്റി, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്ത് പറ്റിയാലും ഞാൻ കൂടെ ഉണ്ട്, പോരെ? എന്താ ചോദിക്കുന്നത്? എന്ത് പറ്റിയാലും ഞാൻ കൂടെ ഉണ്ടോ, കരയല്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ അവൾ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങും. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ്. അതിനോളം മനോഹരമായൊരു കലയില്ല ഒരു ബന്ധത്തിലും. അതുകൊണ്ട് എന്താണെന്നറിയോ? ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ, അത് ഞാനിവിടെ ഫാമിലിയായിട്ട് ഇരിക്കുന്ന ആളുകളോടും എന്നോടും എല്ലാവരോടും പറയാം, ഉണ്ടാവേണ്ടത് ശരിക്കും എന്താണെന്നറിയോ? നിങ്ങൾ സൗഹൃദമാണ്, പ്രണയമൊന്നുമല്ല. അതൊക്കെ വെറുതെ പറയാം. പ്രണയത്തിനൊക്കെ ഒരു 2 ദിവസത്തൊക്കെ ആയുസ്സുണ്ടാവും. സൗഹൃദം അങ്ങനെയല്ല, അത് എവർലാസ്റ്റിംഗ് ആയിരിക്കും. അത് തീരൂല. അതിൽ ഭയങ്കര സ്പേസ് ആയിരിക്കും. ഒരാളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി